രാഷ്ട്രീയ പ്രേരിതമല്ല എന്ന് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലും മാത്രമല്ല ഇത് രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾ ഉൾപ്പെടുന്ന തരത്തിലേക്ക് ആണല്ലോ ആരോപണം ചെന്ന് നിൽക്കുന്നത്. വീണ വിജയൻ എന്നതിനേക്കാളും ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അപ്പോൾ പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കിയേക്കാം. പക്ഷേ ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വകുപ്പാണ്, അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, അങ്ങനെ അവരാണ് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോകുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് നടന്നത് എന്ന ആ ഒരു വാർത്താക്കുറിപ്പ് അന്ന് ഇറക്കിയതിൽ അതേ ആർജവത്തോടെ, അതെ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള ആ ഒരു സുതാര്യമായ ഇടപാടാണ് അവിടെ നടന്നതെങ്കിൽ പിന്നെ സർക്കാരിനൊന്നും ഭയക്കേണ്ടതില്ല. അങ്ങനല്ല, നിയമപരമായ കാര്യം. സുതാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്ക്ലോഷർ എഗ്രിമെന്റ് പുറത്തു വരും. നിയമപരമായ ഇടപാടെന്നാ പറഞ്ഞത്. CPM പ്രസ് റിലീസ് അങ്ങനെ പ്രസ് റിലീസിൽ ഓക്കെ. അപ്പോൾ അവിടെ ഒന്നും മറയ്ക്കാനില്ല എന്നും CPIM എന്ന് പറഞ്ഞിരുന്നു. സൗണ്ട് ബൈറ്റ്സിലെല്ലാം ഉണ്ടായിരുന്നു CPIM ഒന്നും മറയ്ക്കാനില്ല. പിന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായി ആരോപണം കൊണ്ടുചെന്ന് എത്തിക്കാനുള്ളൊരു ലക്ഷ്യമാണെങ്കിൽ അന്വേഷണത്തിലൂടെ അത് പരാജയപ്പെടുമല്ലോ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയാണ്, നമുക്കറിയാം. ഇന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് കൃത്യമായി പറഞ്ഞു, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, അതുകൊണ്ടാണല്ലോ ഇതൊക്കെ വരുന്നത് എന്ന അർത്ഥത്തിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ അന്വേഷണത്തെക്കുറിച്ച് വിശദമായൊന്നും പ്രതികരിക്കാൻ ഇന്ന് ഇടതുപക്ഷത്തു നിന്ന് നേതാക്കൾ ബിനോയ് വിശ്വത്തിന്റെ അടുത്തേക്ക് ഒക്കെ ഇന്ന് സൗണ്ട് ബൈറ്റിനായി ശ്രമിക്കുന്നുണ്ടായത്. പക്ഷേ അവരാരും അതിന് തയ്യാറായിട്ടുമില്ല. ഇതിൽ പ്രധാനമായുമുള്ള ചില ഘടകങ്ങളുണ്ട്. CMRL, അതോടൊപ്പം തന്നെ ഈ KSIDC, ഈ രണ്ടിലേക്കും കൂടി, എക്സാലോജിക്കിന് പുറമെ ഇത് രണ്ടിലേക്ക് കൂടിയുള്ള അന്വേഷണമാണ് ഇന്നലെ ഇറങ്ങിയ ഉത്തരവിൽ കൃത്യമായി പറയുന്നത്. അപ്പോൾ അതിൽ പുതുതായി വരുന്നത് ഈ ചെലവുകൾ പെരുപ്പിച്ച് ലാഭം മറച്ചു വെച്ചതോടുകൂടി 14% ഓഹരിയുള്ള KSIDCക്ക് ലാഭവിഹിതം, അതിനുള്ള അവസരം നഷ്ടമാകുന്നു. ആ ലാഭവിഹിതം നഷ്ടമാകുന്ന അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് അതിന്മേൽ ഒരു കംപ്ലൈന്റിന് പോലും അവർ തയ്യാറാകുന്നില്ല? ആ ചോദ്യം പ്രസക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വ്യവസായ വികസന കോർപ്പറേഷന് അവകാശപ്പെട്ട ഒരു ലാഭവിഹിതം കിട്ടാതിരിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ ചെലവുകൾ പെരുപ്പിച്ചു വെച്ച് പല പല ഹെഡ്സിൽ ഇന്ന ചെലവുകളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് CMRL അങ്ങനെ നമ്മുടെ സർക്കാരിനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, KSIDCയെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിലൂടെ ഞാൻ ഉറ്റുനോക്കുന്നത് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു കൊണ്ടുവന്ന് എന്താണ് ഈ കേസിന്റെ മെറിറ്റ്, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നത് എന്നതിലൊരു വ്യക്തത വരുത്തണം എന്നതാണ്. 4 മാസം എന്ന് പറയുന്ന ഒരു ടൈം ഫ്രെയിം ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. ഇന്നലെയാണ് ഉത്തരവ് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മെയ് മാസം 12-ാം തീയതി, അതാണ് ആ 4 മാസം തീരുന്നത്. നമുക്കറിയാവുന്നതുപോലെ തെരഞ്ഞെടുപ്പ് അതിനുള്ളിൽ തന്നെ പൂർത്തിയാകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല ഘട്ടങ്ങളിലായി പൂർത്തിയാകുന്ന അല്ലെങ്കിൽ വോട്ടെണ്ണലിലേക്ക് എത്തുന്ന മെയ് 3-നാണ് കഴിഞ്ഞ 2019 വോട്ടെണ്ണൽ നടന്നത്, അല്ലേ? അപ്പോൾ വോട്ടെണ്ണൽ പൂർത്തിയാകുന്ന ഒരു ഘട്ടം, അത് വെച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇന്ന് പറയുന്നത്, ഞാൻ മാത്രമാണ് പരാതിക്കാരൻ, തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ടല്ല, തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷമായിരിക്കുമല്ലോ ഇത് പുറത്തു വരുന്നത്, അങ്ങനെയുള്ള രാഷ്ട്രീയ ലക്ഷ്യമല്ല, വ്യക്തിപരമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുകൂടി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നു. അതായത് തന്റെ പിതാവ് PC ജോർജിനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ രീതി, ആ കിരാതമായ രീതിയോടുള്ള തന്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഈ കേസിലേക്ക് വിവരങ്ങൾ ശേഖരിക്കുന്നതിലേക്ക് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. അപ്പോഴാണ് എനിക്ക് ഈ KSIDCയുടെ ലാഭവിഹിതം നഷ്ടപ്പെടുന്നുവെന്ന പ്രധാനപ്പെട്ട വസ്തുത കൂടി ബോധ്യപ്പെട്ടത് എന്നൊക്കെയാണ് ഷോൺ ജോർജ് എന്ന് പറഞ്ഞു വെക്കാനായി ശ്രമിച്ചത്. ഈ ആദായ നികുതി ബോർഡിന്റെ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിനെ കുറിച്ച് നമ്മൾ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തതാണ്. ഈ 1.72 കോടിയെക്കുറിച്ചും ആ കണക്കൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഏത് കൊച്ചുകുട്ടിക്കും അറിയാവുന്ന തരത്തിൽ പരിചിതവുമായിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് കിട്ടിയ പരാതി എക്സാലോജിക്കും CMRLും തമ്മിലുള്ള ഇടപാട് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2013 210(1)(c) ആ സെക്ഷൻ പ്രകാരമുള്ള അന്വേഷണമാണ് നടക്കാൻ പോകുന്നത്. ആ അന്വേഷണത്തിലൂടെ ഈ പറയുന്ന മാസപ്പടി എന്നുള്ള ആ ഒരു ഭാഗമല്ല, ഇവർ തമ്മിലുള്ള ഇടപാടുകൾ, എക്സാലോജിക്ക് നടത്തിയിട്ടുള്ള മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, അതിന്മേലുള്ള ഒരു മറ നീങ്ങുന്നതായിരിക്കും ഉണ്ടാവുക. അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് കഴിയുന്ന ഒരു സാഹചര്യവും ഒരുപക്ഷെ ഉണ്ടായേക്കാം. മാത്രമല്ല ഇതിൽ മറുഭാഗത്തേക്കാണ്, അതായത് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് എക്സാലോജിക്ക് നടത്തിയിട്ടുണ്ട്. രൂപീകരിച്ച ആദ്യ വർഷം വലിയ വരുമാനമൊന്നുമില്ല, അത് കഴിയുമ്പോൾ പൊടുന്നനെ വരുമാനത്തിലേക്ക് കയറുന്നു, അത് കഴിയുമ്പോൾ കമ്പനി ക്ലോസ് ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? അതിനിടയിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾക്ക് മറയാക്കിയോ? ഒരു കടലാസ് കമ്പനിയാണോ ഇത്? എന്തിനാണ് ഈ കമ്പനി രൂപീകരിച്ചത്? അതിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ലക്ഷ്യത്തിലെത്താതെ എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നത്? ഇതെല്ലാം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ കമ്പനി ആക്റ്റീവ് ആകുന്നതും ഈ പണം കൈമാറ്റം നടക്കുന്നതും. ആ ഒരു ഫാക്ട് അവിടെ നിൽക്കുമ്പോൾ അതിന്മേലൊരു അന്വേഷണം നടക്കുന്നതും മറ നീങ്ങുന്നതും പിണറായി വിജയന് തന്നെ നല്ലതാണ്. ഒന്നുമില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ, ഈ അന്വേഷണത്തിലും ക്രമക്കേടുകളില്ല എന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുക പിണറായി വിജയന് തന്നെയാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ചാണെങ്കിൽ ഗുരുതരമായ ക്രമക്കേടുകൾ എക്സാലോജിക്കിന്റെ മറവിൽ ഇങ്ങനെയുള്ള ദുരൂഹമായ കൈമാറ്റങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം സീരിയസ് ഫ്രോഡ്
ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുക്കും. അതിനുശേഷം കൃത്യമായി ഈ ക്രമക്കേടുകൾ നടന്നു എന്ന് തെളിയുന്ന ഘട്ടത്തിൽ അത് വലിയ രീതിയിലുള്ള ഒരു കറുത്ത പാടായി മുഖ്യമന്ത്രി പിണറായി വിജയന് മേൽ വീഴും. കാരണം വീണ വിജയൻ അദ്ദേഹത്തിന്റെ മകളാണ്. ഒരു പ്രോമിനന്റ് പേഴ്സൺ എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയിലൂടെ ചില സഹായങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഇവർക്ക് പണം കൈമാറ്റം നടത്തിയെന്ന ആരോപണം കൂടുതൽ ബലപ്പെടുത്താനും ഉന്നയിക്കാനും അങ്ങനെ ഒരു കണ്ടെത്തലുണ്ടായാൽ കഴിയുകയും ചെയ്യും. ഇവിടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത് ഈ അന്വേഷണം എങ്ങും ചെന്നെത്തില്ല, കാരണം സംഘപരിവാർ CPIM ധാരണ ഈ മാസപ്പടി കേസിലും ഉണ്ടാകുമോ എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും ഇത് രാഷ്ട്രീയമായി ഏറ്റെടുക്കാൻ വലിയ രീതിയിൽ തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത്. പൊതുമരാമത്ത് മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസിനെ വ്യക്തിപരമായി ആക്രമിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും അതിലേക്കൊന്നും പോകുന്നില്ല. അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഇന്ന് മറ്റൊരു വാചകം കൂടി പറഞ്ഞിട്ടുണ്ട്. കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴായിരിക്കും പിടിക്കപ്പെടുക. അത്തരം ഒരു മാങ്ങയാണ് എക്സാലോജിക്. അങ്ങനെ ഒരു മാങ്ങയാണോ എക്സാലോജിക് എന്ന് അറിയാൻ എനിക്കും വ്യക്തിപരമായി താല്പര്യമുണ്ട്. നേരത്തെ കണ്ടതും പറഞ്ഞതും ചർച്ച ചെയ്തതുമായ വിഷയമാണ്. പക്ഷേ ഇതിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെ സ്വാഗതം ചെയ്യണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ KSIDCക്കെതിരായ അന്വേഷണം അതിനെ ഞാൻ ഗുരുതര സ്വഭാവത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ക്രമക്കേടുകൾക്ക് വ്യവസായ വകുപ്പ് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, എക്സാലോജിക്കിനെ ഒരു കടലാസ് കമ്പനി എന്ന നിലയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ ക്രമക്കേട് തന്നെയാണ്. അങ്ങനെ ഒരു ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്നതിന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ വ്യവസായ വകുപ്പ് അറിഞ്ഞുകൊണ്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അക്കാര്യം അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതറിയാൻ ഒരു പൊതുജനം, ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കും അവകാശമുണ്ട്. CMRLനെതിരെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ KSIDC നിയമ നടപടിക്ക് പോകാതിരുന്നത്? അവർക്ക് ലഭിക്കേണ്ട ലാഭവിധം ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായി ആരും ചെയ്യുന്നതാണ്, 14% കിട്ടേണ്ടതാണ്. അപ്പോൾ എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോയില്ല എന്ന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പാർട്ടി നേതൃത്വം ഇതിൽ രാഷ്ട്രീയമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പാർട്ടി നേതൃത്വം വിശദീകരിക്കുമെന്നാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്ന് പറഞ്ഞത്. മന്ത്രി P രാജീവ് വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹമാണല്ലോ പ്രതികരിക്കേണ്ടത്. അദ്ദേഹം ഇന്ന് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റാണെങ്കിൽ താങ്കൾക്ക് തിരുത്താം. ഇതിൽ ഒരു അന്തർധാരയിൽ ഈ അന്വേഷണം അവസാനിക്കാതെ സത്യം പുറത്തു വരണം എന്നതാണ് എൻ്റെ ഫസ്റ്റ് ടേക്ക്. Meet the editors.